നമസ്കാരം. എന്തൊരു ഊറ്റത്തോടെയായിരുന്നു നിലമ്പൂരിലെ വമ്പനാന കൊമ്പുകുലുക്കി കേരള പോലീസിന് നേരെ പാഞ്ഞെടുത്തത്. പക്ഷേ കാടിളക്കി കുത്തിമറിക്കാനെത്തിയ ആ ക്രൗര്യത്തിന് ഒരൊറ്റ രാപ്പകലിൻ്റെ അൽപായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ PV അൻവർ MLA പിണറായിക്ക് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി സാഷ്ടാംഗം വടങ്ങി. കേരള പോലീസിലെ പുപ്പുലികളായ സുജിത് ദാസ് മുതൽ അജിത് കുമാർ വരെ കൊടും ക്രിമിനലുകളാണെന്ന PV അൻവറിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പിണറായി സർക്കാരിനെ മാത്രമല്ല കേരളത്തിൻ്റെ മനസാക്ഷിയെപ്പോലും പിടിച്ചു കുലുക്കുന്നതായിരുന്നു. അഴിമതിയുടെ, കള്ളക്കടത്തിൻ്റെ, സ്വർണ്ണക്കടത്തിൻ്റെ, എന്തിനേറെ കൊലപാതകങ്ങളുടെ പോലും ചുരുളഴിക്കുന്ന കഥകളായിരുന്നു PV അൻവർ എയറിലിട്ടത്. മാധ്യമപ്പട പിന്നാലെ കൂടിയതോടെ പലതും കൂടുതൽ സെൻസേഷനാക്കി കൊഴുപ്പിച്ചു. ഒരുത്തനെയും വെറുതെ വിടില്ലെന്ന മട്ടിലായിരുന്നു അൻവറിൻ്റെ പോക്ക്. തൃശ്ശൂർ പൂരം പോലെ നിലക്കാത്ത വെടിക്കെട്ടുകളുടെ ഒരു രാപ്പകൽ. തൃശ്ശൂർ പൂരം പോലും കലക്കാൻ ADGP കൂട്ടുനിന്നു എന്ന വെളിപ്പെടുത്തലുണ്ടായി. സോളാർ കേസ് അട്ടിമറിച്ചു വന്ന വാദമുയർത്തി. അരീക്കോട്ട സാധാരണ സഖാവ് മുതൽ പിണറായി മന്ത്രിസഭയിലെ പ്രമുഖ MLA പോലും പോലീസിന് പുല്ലാണ് എന്നായിരുന്നു അൻവറിൻ്റെ പ്രധാന പരാതി. 4 ദിവസം മുമ്പ് മലപ്പുറം കലക്ട്രേറ്റ് ബംഗ്ലാവിൽ നിന്ന് പാറാവുകാരൻ പോലീസ് ഊക്കിവിട്ടതിൻ്റെ ജാള്യതയിൽ നിന്നാണ് ഉഷിരോടെ അൻവർ ഉയർത്തെഴുന്നേൽക്കുന്നത്. നിയോജക മണ്ഡലത്തിൽ നേരാവണ്ണം കാണാൻ പോലും കിട്ടാത്ത അൻവറിനെതിരെ സ്വന്തം പാർട്ടിക്കാരും മുന്നണിക്കാരും പരാതിയുമായി രംഗത്ത് വരാൻ തുടങ്ങിയതോടെ മേൽവിലാസം തെളിയിക്കാനുള്ള വ്യഗ്രതയുടെ ഭാഗമായാണ് ഈ വെളിപ്പെടുത്തലുകളെല്ലാം. മുമ്പ് MLA കാണാനില്ലെന്ന പരാതി ഉയർന്നതോടെ ആഫ്രിക്കയിൽ നിന്ന് ഫേസ്ബുക്ക് ലൈവിലൂടെ ഹാജരായ ആളാണ് കക്ഷി. രണ്ടും കൽപ്പിച്ചാണ് PV അൻവർ ഇറങ്ങി പുറപ്പെട്ടത്. ആയുസ് എണ്ണി കഴിയുകയാണെന്ന ആധി പറഞ്ഞു. ജീവന് ഭീഷണിയുണ്ടെന്നു പറഞ്ഞ് തോക്ക് ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചു. പോലീസിലെ കീടങ്ങളെ മുഴുവൻ കുന്നിക്ക് പിടിച്ചു പുറത്തിടാതെ വിശ്രമമില്ലെന്ന് വീമ്പിളക്കി. KT ജലീലും സുനിൽകുമാറും മാത്രമല്ല കാരാട്ട് റസാഖ് ഉൾപ്പെടെയുള്ളവർ പിരികേറ്റി പിന്തുണയുമായി രംഗത്തെത്തി. P ശശിയെ ആദ്യം പുറത്താക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നു. എല്ലാം കണ്ടും കേട്ടും മിണ്ടാതിരുന്ന രാജാവ് ഒടുവിൽ വാ തുറന്നു. ADGPക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു. സുജിത് ദാസിൻ്റെ സസ്പെൻഷനോളം കാര്യങ്ങളെത്തി. പറയാൻ പേടിച്ചു ജീവിച്ച പല സഖാക്കളുടെയും ആത്മരോധനങ്ങൾ ഏറ്റെടുത്ത അൻവർ വില്ലാളി വീരനായി. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് കാര്യങ്ങളെല്ലാം തകിടം മറിയുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. MR അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച അതേ നാക്കുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തി പറഞ്ഞു. അന്വേഷണം വേണമെന്ന് ഉറച്ചു നിന്ന PV അൻവർ MLAയും പിൻവാങ്ങി. മുഖ്യമന്ത്രിയെ തഴുകി, ശശിയെ തലോടി അൻവർ വീണ്ടും പഴയ അൻവറായി. ഒരു സഖാവിൻ്റെ ബാധ്യത നിറവേറ്റിയ കൃതാർത്ഥതയോടെ PV അൻവർ ആയുധം വെച്ചു കീഴടങ്ങി. തിരശീലയ്ക്ക് പിന്നിലെ തിരക്കഥ ഇതോടെ അവസാനിച്ചു. പക്ഷേ ഒരു കാര്യം കേരള ജനത ഉറപ്പിച്ചു. പണ്ടേ പ്രതിപക്ഷം കാര്യകാരണ സഹിതം ആവർത്തിച്ചിരുന്ന ആഭ്യന്തര വകുപ്പ് RSSൻ്റെ പിടിയിലാണെന്ന ആരോപണം ഇതോടെ കൂടുതൽ ബലപ്പെട്ടു. അജിത് കുമാർ RSSൻ്റെ ബ്രാൻഡ് അംബാസഡറാണെന്നും അൻവർ പറഞ്ഞ റിദാൻ്റെയും താമിർ ജിഫ്രിയുടെയും കൊലപാതകത്തിൽ മാത്രമല്ല കൊടിഞ്ഞി ഫൈസലിൻ്റെയും റിയാസ് മൗലവിയുടെയും ഉൾപ്പെടെ പല കൊലപാതകങ്ങളുടെയും ചുരുളുകൾ ചുരുണ്ടുകൂടി കിടക്കുന്നത് RSSൻ്റെ ആലയത്തിലാണ്. അജിത് കുമാറിനെ പോലെയുള്ള ആഭ്യന്തര വകുപ്പിലെ കാവിക്കളസമണിഞ്ഞവരാണ് ഇതിൻ്റെ കാവൽക്കാർ. പിണറായി കണ്ണുരുട്ടിയപ്പോൾ അലിഞ്ഞില്ലാതായ അൻവറിൻ്റെ ആത്മവീര്യത്തിന് വരും കാലം മറുപടി പറയുക തന്നെ ചെയ്യും. സഖാവിൻ്റെ ഉത്തരവാദിത്തം ഇതല്ലായിരുന്നു സഖാവേ എന്ന് PV അൻവർ അന്ന് തിരിച്ചറിയുക തന്നെ ചെയ്യും.